നമസ്കാരം. വെങ്ങാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു. കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നത്. കസേരയിൽ ഇരിക്കുകയായിരുന്ന അഫാൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു. അഫാൻ മനഃപൂർവ്വം വീണതായിരിക്കാമെന്നാണ് വിവരങ്ങൾ. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനുമായി ഇന്ന് തെളിവെടുപ്പിന് പോകാനിരിക്കെയാണ് അഫാൻ കുഴഞ്ഞു വീണത്. 7 മണിയോടെ തെളിവെടുപ്പിനായി കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. ആദ്യം കൊലപ്പെടുത്തിയ ഉമ്മുമ്മ സൽമ ബീവിയുടെ വീട്ടിലേക്കാണ് തെളിവെടുപ്പിനായി എത്തിക്കാൻ തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സ്റ്റേഷനിലെത്തി മൊഴിയെടുത്തപ്പോഴും അയാൾ ആദ്യം നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് താൻ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസിനോടും പറഞ്ഞത്. അതേസമയം കേരളം ഞെട്ടിയ കൊടും ക്രൂരത അരങ്ങേറിയതിന്റെ 11ാം ദിവസം വെങ്ങാറമൂട് പേരുമല സൽമാസിൽ ഷെമി ആ ദുഃഖവാർത്തയറിഞ്ഞു. വെങ്ങാറമൂട് കൂട്ടക്കൊലയിൽ ഇളയ മകൻ അഫ്സാൻ മരിച്ച വിവരം ഡോക്ടർമാരാണ് കഴിഞ്ഞ ദിവസം ഷെമിയെ അറിയിച്ചത്. ഭർത്താവ് റഹീമിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഡോക്ടർമാർ ഇളയ മകൻ മരിച്ച വിവരം ഷെമിയെ അറിയിച്ചത്. അഫ്സാൻ ജീവനോടെ ഇല്ലെന്ന വിവരം അറിഞ്ഞ് ആശുപത്രി കിടക്കയിൽ ഷെമി പൊട്ടിക്കരഞ്ഞു. അത് കണ്ടു നിന്നവർക്കും സഹിക്കാനായില്ല. ഇളയ മകൻ എവിടെയാണെന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരന്തരം ചോദിച്ചിരുന്നു. മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തലയിൽ 40ഓളം തുന്നലുകളുമായാണ് ഷെമി ചികിത്സയിൽ കഴിയുന്നത്. ബോധം വീണ്ടെടുത്തതിന് പിന്നാലെ ഇളയ മകനെയാണ് ഷെമി നിരന്തരം തിരക്കിയിരുന്നത്. കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളോടും അഫ്സാൻ എവിടെയാണെന്ന് മാത്രമാണ് ചോദിച്ചിരുന്നത്. അഫ്സാൻ ചികിത്സയിലാണെന്നും കുഴപ്പമില്ലെന്നുമാണ് ഇതുവരെ ബന്ധുക്കൾ ഷെമിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ മരണവിവരം ഷെമിയെ അറിയിക്കാമെന്ന് ബന്ധുക്കളും ഡോക്ടർമാരും തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ചാണ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർ ഇളയ മകൻ അഫ്സാൻ മരിച്ചതായി ഷെമിയെ അറിയിച്ചത്. ഭർത്താവ് റഹീമിന്റെ സാന്നിധ്യത്തിലാണ് വിവരം പങ്കുവച്ചത്. എന്നാൽ എങ്ങനെയാണ് മരിച്ചതെന്നോ അഫാനാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യമോ മറ്റ് വിശദാംശങ്ങളോ ഷെമിയോട് പറഞ്ഞിട്ടില്ല. മകന്റെ മരണ വിവരമറിഞ്ഞ് ഷെമി ആശുപത്രി കിടക്കയിൽ പൊട്ടിക്കരയുകയായിരുന്നു. വെങ്ങാറമൂട് കൂട്ടക്കൊലയിൽ ഷെമിയുടെ മൊഴി ഇതുവരെ അന്വേഷണ സംഘം എടുത്തിട്ടില്ല. കൊലപാതക വിവരങ്ങൾ അറിയിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അഫാനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു മൊഴി. കട്ടിൽ നിന്ന് വീണാണ് തലയ്ക്ക് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.